Now let us discuss about the anatomy of stress. സ്ട്രെസ് കാരണം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. സപ്പോസ് നിങ്ങൾ ഒരു റൂമിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വലിയ ഫിറോഷ്യസായ ടൈഗർ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ശാരീരിക പ്രതിഭാസം എന്തായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു നിമിഷം ആലോചിക്കും. ഇവിടെയാണ് നേച്ചർ നമുക്ക് തന്നിട്ടുള്ള ഒന്നുകിൽ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അതിനെ നേരിടുക. ടൈഗറിനെ നേരിടണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് തോക്ക് പോലുള്ള ആയുധങ്ങൾ വേണം, അല്ലെങ്കിൽ നാം ടൈഗറിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരും. ഇതാണ് ഏത് സ്ട്രെസ്സിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഇതാണ് റെസ്പോൺസ്. സ്ട്രെസ്സിലും പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മളുടെ റെസ്പോൺസാണ്. സ്ട്രെസ് നമുക്ക് വരുന്നു, നമ്മൾ ഹെൽപ്ലെസ് ആണ്. പക്ഷേ നമ്മൾ ഏത് രീതിയിൽ അതിനെ നേരിടുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ സ്ട്രെസ് അനാറ്റമിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്ട്രെസ് പ്രതികൂലമായി ബാധിക്കുന്നു. നമ്മളുടെ തലച്ചോറ്, നാഡീവ്യൂഹം, നമ്മളുടെ മസിൽസ്, ജോയിൻസ്, നമ്മുടെ ഹൃദയം, ആമാശയം, പാൻക്രിയാസ്, ചെറുകുടൽ, വൻകുടൽ, നമ്മളുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് എന്നിവയെല്ലാം തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് സ്ട്രെസ്. നമ്മുടെ ശരീരഭാഗങ്ങളെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ബ്രെയിൻ അഥവാ തലച്ചോറ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ടൈഗർ പെട്ടെന്ന് നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ശാരീരിക പ്രതിഭാസം ഒന്നുകിൽ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നേരിടുക. ഇതാണ് നമുക്ക് പ്രകൃതി തന്നിട്ടുള്ള ശക്തി. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ശാരീരിക പ്രതിഭാസത്തെയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ടൈഗർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് ഏരിയ, അത് അഡ്രീനൽ ഗ്ലാൻസിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു. ആ സിഗ്നൽ ഇതാണ്: പെട്ടെന്ന് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള സിഗ്നൽ അവിടെ ബ്രെയിൻ കൊടുക്കുന്നു. അങ്ങനെ അഡ്രിനാലിൻ നമ്മളുടെ ബ്ലഡ് സ്ട്രീമിൽ എത്തുന്നതോടുകൂടി നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. ബ്രീത്തിങ് ബിക്കംസ് മോർ ഷാളോ. കൂടുതലായിട്ട് ബ്രീത്ത് എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉടലെടുക്കുന്നു. അതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ നമുക്ക് നോക്കാം. ഏതൊരു സ്ട്രെസ് സിറ്റുവേഷനിലും നമ്മളുടെ കണ്ണുകൾ, കൃഷ്ണമണികൾ കൂടുതൽ കാഴ്ചയ്ക്ക് വേണ്ടി അവ തുറച്ചു നോക്കുന്ന ഒരു സംരംഭത്തിലേക്ക് എത്തിക്കുന്നതായി നമുക്ക് കാണാം. ഉദാഹരണമായി, രണ്ട് പേർ തമ്മിൽ അടിപിടി ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ശരി, മറ്റൊരു അപകട സിറ്റുവേഷനിലാണെങ്കിലും ശരി,
പെട്ടെന്ന് കണ്ണുകൾ ഷാർപ്പനാകുകയും കൂടുതൽ കാഴ്ച കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. അത് ഏത് അപകട സാഹചര്യത്തിലും കാഴ്ച കിട്ടുന്നതിന് വേണ്ടി പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഒരു ശക്തിയായി നമുക്കിതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിൽ നിന്ന് ദീർഘകാലം ഇതുപോലെ കണ്ണുകളുടെ ഡയലേഷൻ അഥവാ തുറച്ചുള്ള ആ നോട്ടം അത് പ്രാവർത്തികമാകുമ്പോൾ നമ്മളുടെ കാഴ്ചയെ അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും നമുക്കറിയാം നമ്മളുടെ വായ ഡ്രൈ ആകുന്നു. ഉദാഹരണത്തിന് വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുന്നു, നമ്മളുടെ വായ ഡ്രൈ ആകുന്നു. അത് പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഒരു ശക്തിയാണ്. വായ ഡ്രൈ ആകുന്നതോടുകൂടി ഉമിനീരിൻ്റെ പ്രക്രിയ അവസാനിക്കുകയും നമ്മളുടെ ആമാശയത്തിലേക്ക് ഉമിനീർ പോകാതെയും ആകുന്നു. ഉമിനീർ ഗ്രന്ഥി അതിൻ്റെ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്തതിലൂടെ വായ ഡ്രൈ ആകുന്നു. ആ കൂടുതലായിട്ട് വായ ഡ്രൈ ആകുന്നതിലൂടെ അന്നനാളം ഡ്രൈ ആകുകയും വളരെ ദീർഘമായ ഈ പ്രക്രിയ തുടരുന്നതിലൂടെ നമ്മളുടെ അന്നനാളത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം കാരണത്താൽ നമുക്ക് ഭക്ഷണം, വെള്ളം ഇവ അന്നനാളത്തിലൂടെ ഇറക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. സ്ട്രെസ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ ദഹന പ്രക്രിയ, ഈ സ്ട്രെസ് ഉണ്ടാകുന്നതിലൂടെ നമ്മളുടെ ദഹന പ്രക്രിയ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിലൊരു മരണമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത ഒരവസ്ഥ. അതിൻ്റെ പ്രധാന കാരണം സലൈവ ഗ്രന്ഥി, ഉമിനീർ ഗ്രന്ഥി സലൈവ പ്രൊഡ്യൂസ് ചെയ്യാതെ വരികയും ദഹന പ്രക്രിയയെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും കൂടുതൽ ബ്ലഡ് നമ്മുടെ മാംസപേശികളിലേക്കും തലച്ചോറിലേക്കും പ്രവഹിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ദഹന പ്രക്രിയയിൽ ഇതുപോലെ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ അഥവാ തുടർച്ചയായി ദഹന പ്രക്രിയ സ്റ്റോപ്പ് ചെയ്യുന്ന ആ പ്രതിഭാസത്തിലൂടെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. അൾസേഴ്സ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു.